ഇടുക്കി മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ കൂടുതൽ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായി 4 പുതിയ സൈറ്റ് സീയിങ് സർവീസുകൾ ആരംഭിച്ച് KSRTC. മൂന്നാർ ഡിപ്പോയിൽ നിന്നുമാണ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളിലെ കാഴ്ചകൾ കാണാൻ അവസരമൊരുക്കി മുമ്പ് KSRTC സൈറ്റ് സീയിങ് സർവീസുകൾ തുടക്കം കുറിച്ചിരുന്നു. ഈ സർവീസുകൾ കഴിഞ്ഞ് കുറച്ചുനാളുകളായി മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരെ ഒരു വിഭാഗം ഡ്രൈവർമാർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പുതിയ 4 സർവീസുകൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. ഇതിനൊപ്പമാണ് 4 പുതിയ സൈറ്റ് സീയിങ് സർവീസുകൾ കൂടി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മൂന്നാർ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ 8:45 മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ വട്ടവട, രാവിലെ 10 മൂന്നാർ സൈലന്റ് വാലി ദേവികുളം ലക്ഷ്മി എസ്റ്റേറ്റ്, രാവിലെ 9:30 മൂന്നാർ സൂര്യനെല്ലി ചതുരംഗപ്പാറ, ഉച്ചയ്ക്ക് 1 മൂന്നാർ മാങ്കുളം ആനക്കുളം എന്നിങ്ങനെയാണ് പുതിയ സർവീസുകൾ തുടങ്ങിയിട്ടുള്ളത്. ഓരോ റൂട്ടിലുള്ള വിവിധ വിനോദസഞ്ചാര പോയിന്റുകൾ ബസ്സിലെത്തി സഞ്ചാരികൾക്ക് ആസ്വദിക്കാം. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഡബിൾ ഡെക്കർ ഉദ്ഘാടനം ചെയ്തെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരു 4 സർവീസുകൾ തുടങ്ങുന്നതായും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ പോകുന്നു. ഡബിൾ ഡെക്കർ എല്ലാ ദിവസവും തന്നെ ഫുള്ളാണ്. ശനി ഞായർ ആളുകൾ വന്നിട്ട് സീറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് മാങ്കുളം ആനക്കുളമാണ്. അത് ആനയെ കാണാൻ പോകുന്നതിന് വേണ്ടിയും ഡബിൾ ഡെക്കറിൽ ആദ്യത്തെ ട്രിപ്പ് പോയിട്ട് വരുന്നവർക്ക് വേണ്ടിയും ക്രമീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ 1 മാട്ടുപ്പെട്ടി കുണ്ടള ടോപ്പ് സ്റ്റേഷൻ വട്ടവട കോവിലൂർ, 1 സൂര്യനെല്ലി, 1 ആനക്കുളം, പിന്നെ 1 ഗ്യാപ്പ് റോഡ് വഴി ചതുരംഗപ്പാറ. എല്ലാം നല്ല പ്രതികരണമാണ്. ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 സർവീസ് പോയി, ഇന്നലെ 2 സർവീസ് പോയി. പുതിയ സർവീസുകൾ തുടങ്ങിയതോടെ സഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ മൂന്നാറിന്റെ കാഴ്ചകൾ കൂടുതൽ കണ്ടാസ്വദിക്കാൻ അവസരമൊരുങ്ങി. മൂന്നാറിലെത്തിച്ച ഡബിൾ ഡെക്കർ ബസ് ഇതിനോടകം സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. പദ്ധതി വിജയകരമായതോടെ KSRTC കൂടുതൽ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലെത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.